ഇനി മനസ്സിലാക്കേണ്ട ഒന്നും ഒരു കാര്യം കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാം. മദ്ഹ് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്ഹാബുൽ സാബിത്ത് എന്നൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സഹാബിയായിരുന്നു. പ്രവാചകൻ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണോ, നിങ്ങൾ ഇയ്യാക്കും വൽ ഉലുവ ഫിദ്ദീൻ, ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, ഉലുവ ഫിദ്ദീൻ ക്കുന്നത് ദീനിനെ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഇല്ലാത്തതാണ് ചെയ്തു കൂട്ടുക, അത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു 5 മിനിറ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇന്നത്തെ പറമ്പലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ 3 ചെറുപ്പക്കാർ വന്നു. പ്രവാചകന്റെ ആരാധനാക്രമങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ഇവരും പ്രവാചകനും തമ്മിൽ ആരാധന വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ഭാര്യയെ സമീപിക്കൂല, എന്ന് നമസ്കാരമാണ്, നോമ്പ് അല്ല ഉലുവ് അതിര് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിരുത്തിൽ ചോദിച്ചു, മൻ റൈബ സുന്നത്തി വലൈസ മിന്നി, എൻ്റെ സുന്നത്തിൽ പെടാത്തത് ആരും ചെയ്യാൻ പാടില്ല. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉലുവ് പാടില്ല. അത് പ്രവാചകനെ പുകഴ്ത്തുന്ന കാര്യത്തിലും ഉലുവ് പാടില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുത്റൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, എൻ്റെ മദ്ഹ് നിങ്ങൾ പറയരുത്. ഏതുപോലെ, കമാ അത്തർത്തൻ നസാറ, നസ്രാനികൾ ക്രൈസ്തവർ ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കമാ അത്തർത്തൻ നസാറ ഈസ ബിൻ മറിയം, ഫൈനമാന അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്ന്. ഇർതകബത്തു അലൽ ഖത്താബ, മൗലിദ് പാരായണം, അതിലേക്കൊന്നും പോകുന്നില്ല. നബിയുടെ മദ്ഹ് പറയുന്നത് നല്ലതാണ്. ആ മദ്ഹ് പറയുന്നതിൽ എന്ത് പാടില്ല, അതിക്രമിക്കാൻ പാടില്ല. ബാലത്ത് സുആദ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് അറബി സാഹിത്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന് അഫ്സൽ മുഖൊക്കെ പഠിക്കാണ്. ബാലത്ത് സുഹാദ, അത് കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന ഒരു മുഹദറമിയ കവിയാണ് ഇത് രചിച്ചത്. മുഹദറമിയ കവി എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലത്ത് ജനിച്ച് വളർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് വിശ്വസിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമായിട്ട് വന്നു, പ്രവാചകനെ വന്നപ്പോൾ ആ പ്രവാചകനെ എന്ത് ചെയ്തു, കുറെ ഇകഴ്ത്തിക്കൊണ്ട് കവിത ചൊല്ലി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബുജൈർ, അദ്ദേഹവും അത്തരത്തിൽപ്പെട്ട ആളായിരുന്നു. ഇവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അച്ചടക്ക നടപടി എന്നാണ് ഹദീസിൽ പറയുന്നത്, അച്ചടക്ക നടപടി പാസാക്കി. അപ്പോൾ ബുജൈർ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ ബുജൈർ തൻ്റെ സഹോദരനോട് പറഞ്ഞു, ലോകത്ത് ഇത്രയും അധികം സ്നേഹമുള്ള, വിനയമുള്ള, വിട്ടുവീഴ്ച ആളില്ല, തന്നെ ഒന്നും ചെയ്യൂല, നീ വിശ്വാസത്തിന് വാ എന്ന് പറഞ്ഞ് സഹോദരനെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് പാടി. എന്താ പാടിയത്? അതിൽപ്പെട്ടതാണ് എന്ത്, ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നിദും മിൻ സുയൂഫി മസ്ലൂൽ. അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തി ഒരുപാട് പ്രവാചകൻ അങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞു. നേരത്തെ ഇകഴ്ത്തി പറഞ്ഞതിന് പകരം പുകഴ്ത്തി പറഞ്ഞപ്പോൾ പ്രവാചകന്റെ തോളിലുണ്ടായിരുന്ന ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു ഷാൾ സുഹൈറിന് സുഹൈർ ബിൻ മാലിക്കിന് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. കഅബ് ബിൻ സുഹൈറിന് ഇട്ടുകൊടുത്തു. കഅബ് ബിൻ സുഹൈറാണ് ഇട്ടുകൊടുത്തു. അതാണ് ഈ കസിയത്തൊക്കെ കസിയ ബുർദ എന്നും അർത്ഥമുണ്ട്. നമ്മൾ ഇമാം ബൂസിരി പാടിയ ഒരു കസീദ ഉണ്ട്, അതിന് കസിയത്തിൽ ബരി എന്നാണ് പറയുക. ആമിൻ ദക്കുരിജി റാനിം ബി സലമി എന്ന് പറയുന്നത്. അതിൽ കുറെ ഷിർക്കിൻ്റെയും എല്ലാ പ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഏത് മതവും പാടാം, പക്ഷേ മത് പറയുന്നിടത്ത് എന്ത് പാടില്ല, ഷിർക്ക് വന്നു പോകുന്ന രൂപത്തിൽ പാടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെയും മദ്ഹ് പാടിയിട്ടുണ്ട്. എന്താ ഇത് അർത്ഥം? വദാ എന്ന് പറയുന്ന മലമിടുക്കിന്റെ അടിയിലൂടെ ഞങ്ങളിലേക്ക് ഇതാ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുന്ന ഇതർത്ഥം. നബിനെ പുകഴ്ത്തി പറയാം. നബിയ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്തു. തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ അലില്ലാഹി ദായി. ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്രവാചകനെ കിട്ടിയത് കൊണ്ട്, ഹിദായത്ത് ലഭിക്കാൻ കാരണക്കാരനായ ഈ പ്രവാചകനെ തന്നുകൊണ്ട് ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു,
പ്രബോധനം അള്ളാഹുവിൻ്റെ വിളിയാളം ഉള്ള കാലത്തോളം ഞങ്ങൾ അതിന് ശുക്ർ ചെയ്യുന്നവരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോൾ, ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ, റസൂലുള്ളാഹി മാ ഫീ ഗദിൻ, നാളെ എന്ത് സംഭവിക്കുന്നുവോ അതറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ പാടണ്ട. ഇവർക്ക് പ്രോത്സാഹനം കൊടുത്തു, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്തില്ല. കാര്യം പറഞ്ഞത് എന്താണ്? ഇന്ന റസൂൽ എന്ന് പറയുന്നത് സൈഫൻ യുസ്തദാഉ ഫീഹി, ശിർക്കിനെതിരെ ആഞ്ഞു വീശുന്ന മിന്നിത്തിളങ്ങുന്ന ഒരു വാളാണ്. അപ്പൊ തൗഹീദാണ് അർത്ഥം, സാഹിത്യത്തിന്റെ കട്ടാണ് കേട്ടത്. ഇനിയിപ്പോൾ വാളെ കുറിച്ച് അടക്കല്ല, അത് സാഹിത്യത്തിൽ പറയുമ്പോൾ ഇന്ന റസൂല സൈഫൻ യുസ്തദാഉ ബിഹി, മിന്നിത്തിളങ്ങുന്ന തൗഹീദിന്റെ ഒരു വാളാണ്. ഇങ്ങോട്ട് പറയാണ് മുഹന്നിദുൻ. എന്താ മുഹന്നിദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട വാളെന്ന. ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട വാളിന് അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്ന. അപ്പൊ കാബ് ഇംപ്രൈസ് കവി കവിത എഴുതിയപ്പോൾ ഒരു വീട്ടിനെ കുറിച്ച് വിശേഷിച്ചപ്പോൾ ആ വീട്ടിൽ മാനുകൾ കാഷ്ടമിട്ടത് മലബാറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുരുമുളക് ഉണക്കാൻ വിട്ടത് പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജാഹിലിയ കവികളാണ് കേട്ടോ. അപ്പൊ മുഹന്നിദുൻ മുഹന്നിദുൻ മുസ്ലൂലി ഊരിപ്പിടിക്കപ്പെട്ട ഇന്ത്യൻ വാളുകളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഇങ്ങനെയൊക്കെ ചെല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുത്തു. അപ്പോൾ മദ്ഹ് പറയുന്ന കാര്യത്തിലും ഏത് തന്നെയായാലും അതിന് വിട്ട് പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇതാ തറ അൽ ബിദ്അത്തു വസഖതൽ ആലിമു വഅലൈഹി ലഅനത്തുല്ലാ വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഇതുകൂടി മനസ്സിലാക്കി വെക്കുക. ഇതാ ലഹറത്തിൽ ബിദഉ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ കണ്ടമാനം കാണുകയാണ്. ഇഷ്ടം പോലെ ബിദ്അത്തുകൾ ഉണ്ടാക്കിയ പുതിയതായ നിർമ്മാണങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടായാൽ ഇതാ ലഹറത്തിൽ ബിദഉ വസഖതൽ ആലിമു, അതിനെതിരെ അതാ മൗനം ദീക്ഷിച്ചാൽ, ഒന്നും മിണ്ടാതെ ഒരു ആലിം മൗനം ദീക്ഷിച്ചാൽ ഫഅലൈഹി ലഅനത്തുൻ, അവന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഅനത്തുണ്ടാവും. വൽ മലായികത്തി, മലക്കളുടെയും, വന്നാസി അജ്മഈൻ, അതിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ശാപത്തിന് ഈ ആലിമ് മൗനം ദീക്ഷിച്ചാൽ അതിന് വിധേയമാകും. ആ മഹത്തായ ദൗത്യമാണ് KNM പോലത്തെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ കാലികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടുന്നു. ശിർക്കിന്നതാണ്, തൗഹീദിന്നതാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എതിർപ്പുകൾ, അതുകൊണ്ട് വെച്ചാൽ എല്ലാവരും ഇതിന് പോകണമെന്നല്ല. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, കണ്ടാൽ കൈകൊണ്ട് തടിച്ചു മാറ്റാണ്, കൈകൊണ്ട് മാറ്റണം. വമല്ലം യസ്തതിഹി ലിസാനി, നാവ് കൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടാണ് അങ്ങനെ. അതല്ലെങ്കിൽ ഫീ ഖൽബിഹി, ഹൃദയം കൊണ്ട് അവനോട് ഒറ്റപ്പെടുത്തണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ മരിച്ചുവീണ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികളൊക്കെ ബർസഖിയ ലോകത്താണ്. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ദോഷങ്ങൾ മുഴുവൻ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ അടുക്കൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങൾ, ബിദ്അത്ത്, ശിർക്ക്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. റഹ്മാന റബ്ബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാദികൾക്ക് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാൻ. ഞങ്ങളെ കൃഷിയായാലും കച്ചവടമായാലും ഉപജീവന മാർഗത്തിന് തുറന്നു തന്നെ ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാന റബ്ബെ, ഞങ്ങളെ കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീർത്തു തരണേ തമ്പുരാനെ. കടത്തോടുകൂടി ഞങ്ങളെ മരിപ്പിക്കരുതേ തമ്പുരാനെ. റഹ്മാന വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ തന്നെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഭംഗിയായി തീർക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മക്കൾ പല മേഖലകളിലുമാണ്, അവരുടെ പഠനത്തിലും ജോലിയിലും ഇന്റർവ്യൂവിനും വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കും ഒക്കെ നീ ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. അവിടെ ഇന്റർവ്യൂ വിജയിപ്പിക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, അപകട മരണങ്ങൾ, ഇപ്പം ഞാൻ ഇന്നിപ്പോൾ വരുമ്പോൾ ഒരു ആകേറിയ ബസ്സിലൊരു അപകടത്തിൽപ്പെട്ടു. ഒരു കാർമൂട്ടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും കുറച്ച് ഇതായ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം വാഹനത്തെ യാത്രയിലാണ്. അതുകൊണ്ട് വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികളെ നന്നാക്കണേ, അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ, അവരെ വിധവകളും മകതികളും ആക്കരുതേ തമ്പുരാനെ. റഹ്മാനെ റബ്ബേ, നിന്റെ അനുഗ്രഹം ഞങ്ങളെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാണ് റബ്ബേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ സമാധാനവും ശാന്തിയും നൽകണേ തമ്പുരാനെ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات اللهم أعز الإسلام والمسلمين وذل الشرك والمشركين واهلك كفرة والظالمين اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما